ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിന് നമ്മൾ എല്ലാവരും യേശുവിനെ പോലെ ആയിത്തീരണം എന്നാണ് ആഗ്രഹം. അവനാണ് ആദിജാതൻ, അല്ലെ? അവനിൽ നിന്നാണ് എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത്. യേശുവിന് വേണ്ടിയാണ് നമ്മളെ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പിതാവിന് നമ്മൾ അവനെപ്പോലെ യേശുവിനെ പോലെ തന്നെ ആകണമെന്നാണ് ആഗ്രഹം. നമ്മൾ വെറുതെ ക്രിസ്ത്യൻസ് ആയിരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മക്കളായിരിക്കുക എന്നുള്ളതും യേശുവിനെ പോലെ ഉള്ള ഒരു ആയിത്തീരുക എന്നുള്ളതും അല്ല, ദൈവത്തിന്റെ കുടുംബത്തിന്റെ പാട്ടായി നിൽക്കുക എന്നുള്ളതുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. വെറുതെ കുറച്ച് സ്വത്തുകൾ സ്വരൂപിച്ച് കൂട്ടിക്കൊണ്ട് ഇവിടെ ഒരു ജീവിതം നയിച്ചിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചർച്ചിലൊക്കെ പോയി വല്ലപ്പോഴും ഒരു ബൈബിളൊക്കെ വായിച്ച് അതിനെപ്പറ്റിയൊന്നുമല്ല ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള ആഗ്രഹം വളരെ ഡീപ്പായിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ മനസ്സിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ തേടിയെത്തി അങ്ങയുടെ മകൻ. ആ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, സ്നേഹത്തായിട്ട് നന്ദി പറയുന്നു. ഇനി ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവേ, യേശുവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സാക്രിഫൈസിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമേ. യേശു നാമത്തിൽ ആമേൻ. നമുക്ക് കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 2-ാമത്തെ ചാപ്റ്ററിന്റെ 9-ാമത്തെ വാക്ക്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ പോൾ എഴുതിയ ലേഖനമാണ്. കൊളോസ്യ ചർച്ചിന് വേണ്ടി അതിന്റെ 2-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്കാണ് ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമേ വസിക്കുന്നത്. അവനിൽ അല്ലോ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവില് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവില് ദൈവത്തിന്റെ സകല സമ്പൂർണതയും എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സകല സമ്പൂർണതയുമുണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സകല സമ്പൂർണതയുമുണ്ട്, യേശുവിന്റെ സകല സമ്പൂർണതയുണ്ട്. ട്രിനിറ്റി കംപ്ലീറ്റ് ആയിട്ട് വരുന്നു യേശുവിൽ, അല്ലെ? അതാണ് ദൈവം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് യേശുക്രിസ്തുവിനെ പോലെയാണ്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ റോമക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 8-ാമത്തെ ചാപ്റ്ററിൽ 29-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. റോമന്റെ 8:29, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതൻ ആക്കേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിശ്ചയിച്ചിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ. എഫേസ്യർക്കെഴുതിയ 1-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ദൈവം അറിഞ്ഞതാണ്, അല്ലെ? നമ്മളെ സെറ്റപ്പാർട്ട് ചെയ്താണ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ അതേ വാക്ക് തന്നെ പറഞ്ഞിരിക്കുക, നമ്മളെ ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചതാണ്. അങ്ങനെയുള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കും, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ മുൻ നിശ്ചയം. ഇതാണ് ദൈവത്തിന്റെ നിശ്ചയം നമ്മളെ പറ്റി ഉള്ളത്, അല്ലെ? മുന്നറിഞ്ഞവരെ പറ്റിയുള്ള നിശ്ചയം ഇതാണ്. അവന്റെ പുത്രന്റെ ആദിജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക, അല്ലെ? യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യേശുവിനെ പോലെ തന്നെ ആയിരിക്കണം എന്ന്, അല്ലെ? നമുക്കറിയാം, എന്താ പറയുക, എബ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പം 2-ാമത്തെ ചാപ്റ്ററിന്റെ 11-ാമത്തെ വാക്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, സാങ്ക്ടിഫൈ ചെയ്യുന്ന ആളും സാങ്ക്ടിഫൈ ചെയ്യപ്പെടുന്ന ആളും രണ്ടുപേരും ഒരാളിൽ നിന്ന് തന്നെയുള്ള പിതാവിൽ നിന്ന് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ യേശു നമ്മളെ ബ്രദറൻ, അല്ലെ, സഹോദരന്മാർ എന്ന് വിളിക്കുന്നതിന് യാതൊരു മടിയുമില്ല. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിന്റെ നിശ്ചയം എന്താന്ന് വെച്ചാൽ നമ്മൾ യേശുവിനെ പോലെ തന്നെ ആയിത്തീരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശുവിന്റെ സ്വഭാവത്തെ പറ്റി നമുക്കറിയാം, അല്ലെ? ഒത്തിരി കമ്പാഷനായിട്ടുള്ള, ഒത്തിരി എന്താ പറയുക, കരുണയുള്ള, ഒത്തിരി മേഴ്സിയുള്ള, ഒത്തിരി സ്നേഹമുള്ള, അല്ലെ? ഒരു മോശപ്പെട്ട കാര്യം ഒന്നും ഇല്ലാതിരിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി, അല്ലെ? എന്താ പറയുക, ഒരുപാട് താഴ്മയുള്ള വ്യക്തി. ആ എല്ലാ സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെ? അതോടൊപ്പം തന്നെ നമ്മൾ കൊളോസ്യർക്കെഴുതിയ 2-ാമത്തെ ചാപ്റ്ററിന്റെ 9-ാമത്തെ വാക്കിൽ വായിച്ച പോലെ ദൈവത്തിന്റെ സമ്പൂർണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെ? അത് നമ്മൾക്ക് ചിന്തിക്കാൻ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. യേശുവിന്റെ സ്വഭാവമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണമെന്നും, യേശു മനുഷ്യരെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കണമെന്നും, യേശുവിന്റെ അനുസരണ, അല്ലെ, അതുപോലെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. യേശു ചെയ്ത പോലത്തെ വർക്കുകളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ
അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാൻ എന്താ പറയുക, അതിന് അധികം ബുദ്ധിമുട്ടില്ല അല്ലെ. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, വർക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, യേശു ചെയ്ത പോലത്തെ അല്ലെ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ യേശു ഉണ്ടായിരുന്ന സമയത്ത് യേശു ലിമിറ്റഡ് ആയിരുന്നു അല്ലെ. ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ലോയിന്റെ കീഴിലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ലിമിറ്റഡ് ആയിരുന്നു ദൈവം അല്ലെ. പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ അൺലിമിറ്റഡ് വേർഷൻ ആണ് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് അപ്പൊ നമ്മൾ എല്ലാവരിലും വസിക്കുന്നു. അപ്പൊ ഒരുപാട് യേശുമാർ അല്ലെ. അപ്പൊ നമ്മൾ വഴി ഒരുപാട് പേര് വഴി ദൈവത്തിന് ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രേറ്റ് എന്ന് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഏത് വാക്കിനാന്ന് വെച്ച് കഴിഞ്ഞാല് ജോണിന്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 14-ാമത്തെ ചാപ്റ്ററിന്റെ 12-ാമത്തെ വാക്കിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ. അത് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീന്റെ അനുസരിച്ചല്ല പറയുന്നത്, പക്ഷെ ക്വാണ്ടിറ്റി അല്ലെ. എത്ര പേര് ചെയ്യുന്നു അപ്പൊ അത്ര ആ ക്വാണ്ടിറ്റീന്റെ അനുസരിച്ചാണ് പറഞ്ഞത് ഗ്രേറ്റ് എന്ന് പറഞ്ഞത്. കാരണം ദൈവം ചെയ്തതിനേക്കാളും ഹോളി സ്പിരിറ്റ് ഗോഡാണ് യേശു വഴി ചെയ്തതല്ല കാര്യം. അപ്പൊ ഇനി യേശു ചെയ്ത വർക്കിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് ഇനി ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലെ. അതേ സെയിം ക്വാളിറ്റി ഉള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. അതിനേക്കാളും കുറച്ചൊരു ക്വാളിറ്റി ഉള്ള വർക്കും ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ക്വാണ്ടിറ്റീന്റെ കാര്യത്തിൽ എത്ര നമ്പർ അല്ലെ, എത്ര നമ്പർ എന്നുള്ളത്. അപ്പൊ യേശു അന്ന് ഹീൽ ചെയ്ത ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, നമുക്കറിയത്തില്ല എത്ര പേര് ഹീൽ ചെയ്യുന്ന അറിയത്തില്ല. 1,00,000 പേരൊക്കെ ഹീൽ ചെയ്തെന്ന് വിചാരിച്ചു, സോമ്പെടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടിക്കഴിയുമ്പോൾ അതിനേക്കാളും എത്രയോ കൂടുതൽ ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് പിതാവ് ഇങ്ങനെയാണ് തന്റെ പുത്രനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ഉള്ളില് സകല സമ്പൂർണ്ണത, ദൈവത്തിന്റെ സമ്പൂർണ്ണത ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ റോമക്കത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ വായിച്ചുള്ളൂ, അവന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ അനുരൂപപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് പറഞ്ഞാല് ഇതേ ദൈവത്തിന്റെ പൂർണ്ണത നമ്മുടെ ഉള്ളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ. അതാണ് ദൈവത്തിന്റെ തീരുമാനം. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ഡിഫിക്കൽട്ട് ഉണ്ട്, പക്ഷെ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ അത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ എഫേസ്യർക്ക് ലേഖനത്തിലെ 3 പോകുമ്പോൾ 14-19 വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വാക്കുണ്ട് എഫേസ്യന്റെ 3:14-19 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. അത് നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ ഇവിടെ പറയുവാണ്, 2-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ ചാപ്റ്ററിലും കുറച്ച് കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പറയുവാണെങ്കിൽ പോൾ 2-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ എഫേസ്യർക്ക് ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൺ എപ്പിസലാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പോൾ ഇത് എഴുതുമ്പം എന്താ പറയാ, ജയിലിൽ കടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്ററാണിത് അല്ലെ. എഫേസ്യർക്ക് എഴുതുന്ന ലെറ്റർ. അപ്പൊ പോൾ ഇങ്ങനെ പറയുവാണ് 2-ാമത്തെ ചാപ്റ്ററില്, ക്രോസ് വഴി അല്ലെ, യേശുവിന്റെ മരണം, ക്രോസ് ഓഫ് കാൽവരിയുള്ള മരണം കൊണ്ട് നമ്മളെ ജൂതന്മാരെയും ജാതികളെയും ഒരുമിച്ച് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തമ്മിൽ ഉള്ള ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രോസ് ഓഫ് കാൽവരിയിലെ മരണമാണ് അല്ലെ. അപ്പൊ ഒന്നാമതായിട്ട് ക്രോസ് ഓഫ് കാൽവരിയിലുള്ള യേശുവിന്റെ മരണം കൊണ്ട് സംഭവിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ട് ദൈവവുമായിട്ട് നമ്മൾ നിരപ്പിലായി, ദൈവവുമായിട്ട് നമ്മൾ റെക്കൺസിലേഷൻ വന്നു അല്ലെ. നമ്മൾ പാപത്താൽ വീണു പോയവരായിരുന്നു. പാപം എന്ന് പറയുന്നത് ദൈവത്തോട് കാണിക്കുന്ന എന്താ പറയുക അനുസരണക്കേടാണ്. അപ്പൊ അങ്ങനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയിരുന്ന വ്യക്തികളെ ദൈവത്തോട് ക്ഷമ ചോദിച്ചു ക്രോസ് ഓഫ് കാൽവരി വഴി അല്ല, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ മരണം വഴി നമ്മൾ ദൈവവുമായിട്ട് എന്താ പറയുക നമ്മൾക്ക് മുറിഞ്ഞു പോയിരുന്ന ബന്ധം സ്ഥാപിച്ചു. ഒന്നാമത്തെ കാര്യം അല്ലെ. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജൂതനെയും ജാതിയെയും കൂടെ ദൈവം യേശുക്രിസ്തു തന്റെ ക്രോസിലെ മരണം കൊണ്ട് ഒന്നാക്കി തീർത്തിരിക്കുന്നു, ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജൂതന്മാർക്ക് ദൈവം കൊടുത്തിരുന്ന, എബ്രഹാമിന്റെ ഫാമിലിക്ക് ദൈവം കൊടുത്തിരുന്ന അതേ അവകാശത്തിന്റെ എന്താ പറയുക കൂട്ടവകാശികളായിട്ട് ജാതികളും തീർന്നു അല്ലെ. ഇപ്പൊ എഫേസ്യർക്ക് ലേഖനത്തിന്റെ 3-ാമത്തെ തന്നെ ചാപ്റ്ററിന്റെ 6-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പൊ നമ്മൾ വാഗ്ദത്തത്തിന്, എബ്രഹാമിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്
നമ്മളും പങ്കാളികളായിരിക്കുന്നു അല്ലെ. അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തിന് നമ്മളും പങ്കാളികൾ ആയിരിക്കുന്നു അല്ലെ. ജൂതന്മാരോടൊപ്പം തന്നെ ദൈവത്തിൽ നമുക്കും ഒരു പങ്കുണ്ട് എന്നായിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ഈ ഒരു അറിവിനെ പറ്റി ദൈവം ആരോടും തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. മാലാഖമാർക്ക് പോലും അറിയത്തില്ലായിരുന്നു എന്നാണ് ഇതേ 3ാമത്തെ ചാപ്റ്റർ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ മാലാഖ പറഞ്ഞാൽ ഗബ്രിയേലും മൈക്കിളിനും ഒന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു അല്ലെ. പക്ഷെ ഇന്ന് ചർച്ചിലേക്ക് നോക്കി അവര് പഠിച്ചെടുക്കും ദൈവത്തിന്റെ ആ മാഗ്നിഫിസന്റ് വിസ്ഡത്തെ പറ്റിയുള്ള കാര്യം ഇവര് പഠിച്ചെടുക്കുക. ഈ എന്താ പറയാ മാലാഖമാർ അല്ല, ഏഞ്ചൽസ് വരെ പഠിച്ചെടുക്കുക. പ്രിൻസിപ്പാലിറ്റീസ് എല്ലാം, പവേഴ്സ് എല്ലാം അല്ലെ, സ്വർഗത്തിന്റെ രാജ്യത്തുള്ള സകലതും പഠിച്ചെടുക്കൊണ്ടിരിക്കുക. അവര് ദൈവം ആരോടും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, നേരത്തെയും ഉള്ളവരോട് ആരോടും തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പോ അപ്പോസ്തലന്മാർ വഴി നമ്മളോട് പറഞ്ഞിരിക്കണം, അപ്പോസ്തലന്മാർ ലെറ്റർ കൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചർച്ച് എന്ന് പറയുമ്പോൾ എഫേസസിൽ ചർച്ച് എന്നൊക്കെ പറയുന്നത് അത് ആദ്യത്തെ ജനറേഷൻ ചർച്ചാണല്ലോ. അപ്പൊ അവരോട് ഈ അപ്പോസ്തലന്മാർ വഴി അല്ലെ, പ്രത്യേകിച്ച് പോൾ വഴി പറഞ്ഞിരിക്കപ്പെടുന്നത്. പോൾ എന്നുള്ള അപ്പോസ്തലൻ പോൾ ജെന്റൈൽസിനായിട്ട് അല്ലെ, ജാതികൾക്കായിട്ടുള്ള അപ്പോസ്തലനായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം വഴി ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനൊരു കൃപ തനിക്ക് തന്നിരിക്കുന്നു എന്നാണ് 3ാമത്തെ ചാപ്റ്ററിൽ പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ട് പോള് പറയും ഇത് അതും നിമിത്തം അല്ലെ. ഇപ്പൊ ഇതെല്ലാം ഈ നോളജ്, ഈ റെവലേഷൻ ദൈവം കൊടുത്തിരിക്കുന്ന, വെളിപ്പാട് ദൈവം കൊടുത്തിരിക്കുന്നത് വഴി ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നത്. അപ്പൊ ദൈവത്തിൽ നിന്നാണ് സകല കുടുംബത്തിനും പേര് വന്നിരിക്കുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലെ കുടുംബം എന്ന് പറയുന്ന ദൈവം എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കുടുംബത്തെ പറ്റിയല്ല പറയുന്നത്, എല്ലാം ദൈവത്തിലാണ് ഉള്ളത് അല്ലെ. സകല സൃഷ്ടിയെയും പറ്റിയാണ് ദൈവം പറഞ്ഞത്. അപ്പൊ സകല സൃഷ്ടിക്കും പേര് വന്നിരിക്കുന്നത്, സകലം സൃഷ്ടിയുടെ ഒറിജിൻ എന്ന് പറഞ്ഞ ദൈവമാണ് അല്ലെ. അപ്പൊ അതിന് ഒറിജിന് കാരണമായിരിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്നിവിടെ പോൾ പറയുന്നു. 16ാമത്തെ വാക്ക് അല്ല, അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, 19ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ എല്ലാ നിറവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരണം എന്ന് ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി പ്രാർത്ഥിക്കണം. എഫേസ്യ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇത് ദൈവം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മളെയും കൂടെ അറിയിക്കുന്നതിന് വേണ്ടി അല്ലെ. ദൈവത്തിന്റെ നിറവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരണം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊലോസ്യർക്ക് 2ാമത്തെ ചാപ്റ്ററില് 9ാമത്തെ വാക്കിൽ പറഞ്ഞിരുന്നത് യേശു ദൈവത്തിന്റെ സമ്പൂർണതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് വേണ്ടി പറയുവാണ്. എന്താ പറയുക, ജാതികൾക്കും വേണ്ടി, ജാതികൾക്ക് തന്നെ ജൂതന്മാർക്കും എല്ലാം യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് അവരുടെ ഉള്ളിലെല്ലാം ദൈവത്തിന്റെ നിറവുണ്ടായിരിക്കണം, ഫുൾനെസ് ഉണ്ടായിരിക്കണം അല്ലെ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു എങ്ങനെയായിരിക്കണം അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ. സ്വഭാവത്തിൽ മാത്രമല്ല, സ്വഭാവ ഗുണങ്ങളിൽ മാത്രമല്ല, ദൈവം എങ്ങനെയാണ് യേശുവിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അല്ലെ, അതേപോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അല്ലെ. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെ പോലെയുള്ള ഇഷ്ടം. ദൈവം ആഗ്രഹിക്കുന്നല്ല പറയുന്നത്, ദൈവം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെ പോലുള്ള ഇഷ്ടം അല്ലെ. നമ്മളോടുള്ള എന്താ പറയാ, നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, ദൈവത്തിന്റെ വില്ല് അതാണ്. നമ്മളുടെ ഉള്ളിലും യേശുവിന്റെ ഉള്ളിൽ എത്രമാത്രം ഹോളി സ്പിരിറ്റ് ഗോഡും പിതാവും അറിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അല്ലെ. അപ്പോഴതാണ് ദൈവം നമ്മൾക്ക് വേണ്ടി എന്താണ് ക്രോസ് ഓഫ് കാൽവരിയിൽ ചെയ്തു തന്നു ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകാത്ത കാര്യം. വെറുതെ കുറച്ച് ക്രിസ്ത്യൻസ് ആകുന്നതിന് വേണ്ടിയല്ല, കുറച്ച് എന്താ പറയാ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ബൈബിളൊക്കെ എടുത്ത് വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടോ തന്നെ വിചാരിച്ചു, എനിക്ക് ഇവിടെ ഈ ലോകത്തിൽ കുറച്ച് ഭൂമി വേണം, സ്വത്ത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യൻസിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ല യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചത്. തന്നെ പോലെയുള്ളവരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെ. തന്നെ പോലെ ദൈവത്തിന്റെ ഫുൾനെസ്, ദൈവത്തിന്റെ സമ്പൂർണത ഉള്ള ആൾക്കാരെ സൃഷ്ടിച്ച് വാർത്തെടുക്കുന്നതിനോടാണ് യേശു ക്രിസ്തു എന്താ പറയുക ക്രോസ് ഓഫ് കാൽവരിയിൽ മരിച്ചത്. ഇനി എങ്ങനെയാണ് ആ ദൈവത്തിന്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, അതിനെപ്പറ്റി 16ാമത്തെ വാക്ക് തൊട്ട് ദൈവം ഇങ്ങനെ പറയുവാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി നമ്മളോട് പറയുവാണ്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനും ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യന്റെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തേണ്ടതിന്. അപ്പൊ വെറുതെ ദൈവം യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല, ദൈവത്തിന്റെ ഫുൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല, ദൈവത്തിന്റെ സമ്പൂർണ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് എന്താ പറയുക, ദൈവത്തിന് കുറച്ച് വർക്ക് നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ടത്. അപ്പൊ അതിനെപ്പറ്റിയാണ് പറയുന്നത്, ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അല്ലെ, ദൈവത്തിന്റെ ഗ്ലോറിയുടെ റിച്ചസ്
റിച്ചസിന് ഒത്തവണ്ണം, മഹത്വത്തിന് ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ, ഹോളി സ്പിരിറ്റിനാൽ നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തുക. നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച സമയത്ത്, യേശുവിലായ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്ത ആ പുതിയ മനുഷ്യൻ, ആ പുതിയ വ്യക്തിയെ ദൈവത്തിന്റെ എന്താ പറയാ മഹത്വത്തിന്റെ റിച്ചസ് അല്ലെ ധനം അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി സ്ട്രെങ്ത് ചെയ്യണം അല്ലെ, നമ്മളെ ബലപ്പെടുത്തണം അല്ലെ. അങ്ങനെ എന്താണ് ബലപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്നമോസ്റ്റ് ബീങ്, നമ്മുടെ ഉള്ളിലെ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തി അല്ലെ, നമ്മള് മരിച്ചവരായിരുന്നു, നമ്മുടെ സ്പിരിറ്റ് മരിച്ചവരായിരുന്നു, നമ്മുടെ എന്താ പറയുക സ്പിരിറ്റ് നമ്മൾ മരിച്ച വ്യക്തി, നമ്മുടെ എന്താ പറയുക കുറ്റങ്ങളും പാപങ്ങളാലും അല്ലെ, നമ്മള് ട്രെസ്പാസസിൽ നമ്മൾ മരിച്ച വ്യക്തികൾ. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മരിച്ച വ്യക്തികളായിരുന്നു. മരിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവനോടെ, ഫിസിക്കലി നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ് മരിച്ചായിരുന്നു. മരണത്തിന്റെ റിലംസിലായിരുന്നു നമ്മൾ അല്ലെ, നമ്മള് ഇരുട്ടിന്റെ റിലമിലായിരുന്നു, എന്താ പറയുക പിശാചിന്റെ കയ്യിലായിരുന്നു വ്യക്തികൾ. അവിടെ നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ജീവൻ തന്നിരിക്കുന്നത്. അങ്ങനെ തന്നപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ് നമ്മുടെ ഉള്ളില് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പഴയതെല്ലാം പുതിയ വ്യക്തി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്പിരിറ്റ് പുതിയതാണ്. ആ സ്പിരിറ്റിനെ ശക്തിപ്പെടുത്തുവാൻ ദൈവം തന്റെ മഹത്വത്തിന്റെ ധനം അനുസരിച്ച്, ഇനി എന്തിനാണ് തന്റെ ഗ്ലോറി അല്ല, മഹത്വം എന്ന് പറയുന്ന ഗ്ലോറി, ആ ഗ്ലോറിയുടെ റിച്ചസ് അനുസരിച്ച് നമ്മൾ ശക്തിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 17-ാമത്തെ വാക്ക് വരെ യേശു ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. വിശ്വാസം കൊണ്ടാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അല്ലെ. ദൈവം പിതാവിന്റെ ആഗ്രഹം, മനുഷ്യരെ പറ്റിയുള്ള ആഗ്രഹം ക്രിസ്തുവിനെ പോലെ ആയി തീരും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം ക്രിസ്തു ആയിരിക്കണം. നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ പഴയ വഴിയിലേക്ക് പോകും. അങ്ങനെ ആകരുത് അല്ലെ. യേശുവിനെ കൊണ്ട് നിറഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കേണ്ടത്? വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അതിനുവേണ്ടി ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്താല് നമ്മൾ നിറഞ്ഞിരിക്കണം. വിശ്വാസത്തിന് വേണ്ടി അല്ലെ, എങ്ങനെയായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആ വ്യക്തി സ്ട്രെങ്ത് ശക്തിയുള്ളവനായിരിക്കണം. അതിനുവേണ്ടി നമ്മളെ ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ വേണ്ടി ദൈവം അല്ലെ, ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തില് വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള, ദൈവമാണ് വിശ്വാസം തരുന്നത്. ദൈവത്തിന്റെ വിശ്വാസം മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം ദൈവത്തിൽ നിന്നുള്ളത് അല്ലെ. ആ വിശ്വാസത്തിൽ, ദൈവത്തിലെ വിശ്വാസത്തിൽ നമ്മൾ ശക്തിപ്പെട്ടവരായിരിക്കണം അല്ലെ. ശക്തിപ്പെട്ടവരായിരിക്കുമ്പോൾ വിശ്വാസത്തിൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കും. വസിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഗുണം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരും അല്ലെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരൂന്നിയ വ്യക്തികളായി തീരും. നമ്മൾ അതില് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന, റൂട്ടഡ് ആയിരിക്കുന്ന വ്യക്തികൾ ആയിത്തീരും അല്ലെ. നമ്മള് എന്താ പറയുക വേരൂന്നിയ വ്യക്തികളായി തീരും ദൈവത്തിന്റെ സ്നേഹത്തില്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തില് അല്ലെ അടിസ്ഥാനപ്പെട്ടവരാകുമ്പം, വേരൂന്നിയ വ്യക്തികളാകുമ്പം എന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് 18-ാമത്തെ വാക്ക് പറയാ, വീതിയും നീളവും ഉയരവും ആഴവും എന്തും എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരായി തീരുമല്ലോ നമ്മൾ. അപ്പൊ എന്ന് വെച്ചാല് ദൈവത്തിന്റെ, ഇപ്പൊ ഇത്രയും നേരം പറയുന്ന വെച്ചാല് പിതാവ് തന്റെ മഹത്വത്തിന്റെ ധനം കൊണ്ട് നമ്മുടെ ഇന്നമോസ്റ്റ് ബീങ്, നമുക്ക് പുതുതായിട്ട് ജനിച്ചിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയെ ശക്തിപ്പെടുത്തുമ്പോ വിശ്വാസം കൊണ്ട് അല്ലെ, നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്യുന്ന, യേശുക്രിസ്തു നിറയും, നമ്മുടെ സ്വഭാവം മാറുന്ന യേശു ആകുന്നു നമ്മുടെ ഉള്ളിൽ മൊത്തം. അങ്ങനെയാകുമ്പോ നമ്മള് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മള് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളവര്, റൂട്ടഡ് ആയിട്ടുള്ള നമ്മള് വേരൂന്നിയ വ്യക്തികളാകുന്നു അല്ലെ. അങ്ങനെ വേരൂന്നിയ വ്യക്തികളാകുമ്പോ നമ്മള് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ അല്ലെ, ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹത്തിന്റെ അളവ് നമുക്ക് ഗ്രഹിക്കാൻ, എത്രമാത്രം വീതിയും നീളവും ഉയരവും ആഴവും എല്ലാം ഉള്ളവരാണ് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ അല്ലെ, അത് ഗ്രഹിക്കാൻ പ്രാപ്തരാകുന്നു അല്ലെ. നമ്മളങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഗ്രഹിക്കാൻ പ്രാപ്തരാകുമ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവുകളും, അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ദൈവത്തിന്റെ സകല നിറവും നമ്മുടെ ഉള്ളിൽ വരുന്നു അല്ലെ. ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിറഞ്ഞു വരികയും വേണം എന്നാഗ്രഹിക്കുന്നു അല്ലെ. അപ്പൊ
നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ എല്ലാ നിറവും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിന് നമ്മുടെ ഇന്നമോസ്റ്റ് ബീയിങ് സ്ട്രെങ്ത് ആക്കപ്പെട്ടിരിക്കണം. യേശു നമ്മുടെ ഉള്ളില് വിശ്വാസത്താൽ ഫോം ചെയ്യപ്പെട്ടിരിക്കണം അല്ലെ. പിന്നെ ദൈവത്തിന്റെ എന്താ പറയുക, സ്നേഹത്തിൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുന്നവരായിരിക്കണം, റൂട്ടഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കണം. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ, ദൈവത്തോടുള്ള സ്നേഹം, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമുക്കറിയാം എല്ലാ വിശ്വാസികളും ഒപ്പം അല്ലെ നമ്മൾ ഒരുമനപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ പറ്റും ദൈവത്തിന്റെ നമ്മളോടുള്ള ആ സ്നേഹത്തെ പറ്റി അല്ലെ. നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ചർച്ചിനോടുള്ള സ്നേഹത്തോട്, ദൈവത്തിന്റെ മക്കളോട്, ചർച്ചിനോട് തന്നെ ദൈവത്തിന്റെ സകല കുടുംബത്തോടുമാണ്, സകലതിനോട്, ചർച്ചിനെ പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ, സകലതിനോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നമുക്ക് അറിവുള്ളവരായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയുക ആയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഇതാണ്, ദൈവത്തിന്റെ ആ ഫുൾനെസ് യേശുവിൽ എങ്ങനെയായിരുന്നു പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും നമ്മൾ എന്താ പറയുക യേശുവും പിതാവും ഹോളി സ്പിരിറ്റ് ഗോഡും നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരും എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. വെറുതെ നമ്മള് ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ള വ്യക്തികളാകരുത്. അതല്ല ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു നെയിം സേക്ക് അല്ലെ, പേരിന് മാത്രം വിശ്വാസത്തിലുള്ള വ്യക്തികളാകരുത്. അതാ അങ്ങനെയല്ല ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. യേശുവിനെ പോലെ ആയിരിക്കണം അല്ലെ. യേശുവിന്റെ ഉള്ളിൽ പിതാവും ഹോളി സ്പിരിറ്റ് കൂടെ എത്രമാത്രം ഉണ്ടോ അതുപോലെ അത്രയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതാണ് പിതാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അല്ലെ. അതിനു വേണ്ടിയാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രോസ് ഓഫ് കാൽവരിയിൽ. ഇവിടത്തെ വെറുതെ ഒരു ജീവിതം ജീവിച്ചു പോകുന്നതിന് വേണ്ടിയല്ല സുഹൃത്തുക്കളെ, അതിനുവേണ്ടിയല്ല നമ്മളെ അവൻ വീണ്ടെടുത്തിരിക്കുന്ന തന്റെ പുത്രനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ആ ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം അല്ലെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള ജീവിതം ജീവിച്ച് തീർക്കരുത് നമ്മൾ അല്ലെ. അവനെ എനിക്ക് വേണം, എൻ്റെ യേശുവിനെ വേണം എന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടി. ഇപ്പൊ 20ാമത്തെ വാക്കൂടെ വായിച്ച് നിർത്തട്ടെ. ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയിൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിൽ എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ, ദൈവമേ എൻ്റെ ഉള്ളിലെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ, വിശ്വാസം കൊണ്ട് യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കണമേ, ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ വേരൂന്നിയ ഒരു വ്യക്തി ആയിരിക്കണമേ. അപ്പോൾ എനിക്ക് എല്ലാ വിശ്വാസികളുടെ ഒപ്പം അങ്ങയുടെ സ്നേഹത്തിന്റെ അല്ലെ, അങ്ങയുടെ സൃഷ്ടിയോടുള്ള സ്നേഹത്തെ പറ്റിയുള്ള അറിവ് എനിക്ക് ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവമേ, ഞാൻ ആ അറിവിൽ ജീവിക്കുമ്പോൾ അങ്ങ് പിതാവെ, അങ്ങ് ഹോളി സ്പിരിറ്റ് ഗോഡും എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുമല്ലോ അല്ലെ. ഞാൻ യേശുവിനെ പോലെ ആയിത്തീരുമല്ലോ. അങ്ങനെ ഒരു പ്രെയർ ആയിരിക്കട്ടെ നമ്മളുടെ പ്രെയർ അല്ലെ. അത് ദൈവം സാധിച്ചു തരാൻ ദൈവത്തിന് താല്പര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പുത്രനെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ ദൈവത്തിന് താല്പര്യമാണ്. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു കർത്താവ്. ഞങ്ങളെ തന്നെ കർത്താവ് അങ്ങയുടെ കയ്യിലേക്ക് തരാനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്തിട്ട് കർത്താവ്, ഞങ്ങളുടെ കാർണൽ നേച്ചർ അല്ല, ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവമല്ല, യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്. യേശു നാമം അങ്ങയുടെ മകനെ പോലെ ആയി തീരട്ടെ ഞങ്ങൾ. യേശു നാമം കേട്ടാൽ നന്ദി. മഹത്വം ഉണ്ടാകട്ടെ.